നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള കുറേ സെൻറ്റൻസുകളാണ്. ചെയ്യുക എന്നുള്ളതിന് കർണ എന്ന് പറയും. ചെയ്യിപ്പിക്കുക, വേറൊരാളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിക്കുന്നതിന് കർവാന എന്ന് പറയും. ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് കർവാന. ഇന്ന് ഫ്രീ ആണോ? നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ചോദിക്കുക, ഇന്ന് ഫ്രീ ആണോ? ആജ് ഫ്രീ ഹേ ക്യാ? ആജ് ഫ്രീ ഹേ ക്യാ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയുക, ഇല്ല എനിക്കിന്ന് കുറച്ച് ജോലി ചെയ്യണം, ഞാൻ ഫ്രീ അല്ല. നഹി, അല്ല എന്നുള്ളതിന് എങ്ങനെ പറയും? നഹി, എനിക്കിന്ന് കുറച്ച് ജോലി ചെയ്യാനുണ്ട്. മുझे ആജ് കുച്ച് കാം കർനാ ഹേ. മുझे എനിക്ക്, ഇന്ന് ആജ് കുച്ച് കാം കർനാ ഹേ. കുച്ച് കാം കുറച്ച് ജോലി ചെയ്യാനുണ്ട്. കർനാ ഹേ അല്ലെങ്കിൽ ചെയ്യണം, കർനാ ഹേ. നഹി, മുझे ആജ് കുച്ച് കാം കർനാ ഹേ. എനിക്ക് പ്ലംബറിനെ കൊണ്ട് ജോലി ചെയ്യിക്കാനുണ്ട്. അങ്ങനെ നമുക്കൊരു ഉത്തരം പറയാം. അപ്പോൾ അതെങ്ങനെ പറയും? മുझे പ്ലംബർ സെ കാം കർവാനാ ഹേ. ചെയ്യിക്കാനുണ്ട്, കർവാനാ ഹേ അല്ലെങ്കിൽ ചെയ്യിക്കണം. മുझे പ്ലംബർ സെ കാം കർവാനാ ഹേ. മുझे പ്ലംബർ സെ കാം കർവാനാ ഹേ. എനിക്ക് പ്ലംബറെ കൊണ്ട് ജോലി ചെയ്യിക്കണം, അതിന് കർവാനാ ഹേ. ഇനി വേറൊരു വാക്ക് നോക്കാം. ഉണ്ടാക്കുക എന്നുള്ളതിന് ബനാന. ഉണ്ടാക്കുക, ബനാന. ഉണ്ടാക്കിക്കുക, ബൻവാന. ഉണ്ടാക്കിക്കുക, ബൻവാന. നിൻ്റെ വീട്ടിൽ ആരാണ് ആഹാരമുണ്ടാക്കുന്നത്? നിൻ്റെ വീട്ടിൽ എന്നുള്ളതിന് തേരേ ഘർമേ. തേരേ ഘർമേ കോൻ, ആരാണ് ആഹാരമുണ്ടാക്കുന്നത്? ഖാന ബനാത്താ ഹേ, ഉണ്ടാക്കുന്നത്. ഖാന ബനാത്താ ഹേ, ആഹാരമുണ്ടാക്കുന്നത്. തേരേ ഘർമേ കോൻ ഖാന ബനാത്താ ഹേ. നിൻ്റെ വീട്ടിൽ ആരാണ് ആഹാരമുണ്ടാക്കുന്നത്? അതിനുത്തരവായിട്ട് എങ്ങനെ പറയാം? ഞാൻ തന്നെയാണ് ആഹാരമുണ്ടാക്കുന്നത്. മേ ഖുദ് ബനാത്തി ഹൂം. മേ ഖുദ്, ഖുദ് എന്ന് പറഞ്ഞാൽ തന്നെ. മേ ഖുദ് ഖാന ബനാത്തി ഹൂം. ഞാൻ തന്നെയാണ് ആഹാരമുണ്ടാക്കുന്നത്. മേ ഖുദ് ഖാന ബനാത്തി ഹൂം. അവൾ അമ്മയെ കൊണ്ടാണ് ആഹാരമുണ്ടാക്കിക്കുന്നത്. അങ്ങനെ പറയണമെങ്കിലോ? അവൾ അമ്മയെ കൊണ്ടാണ്. മമ്മീസെ, അമ്മയെ കൊണ്ടെന്നുള്ളതിന് മമ്മീസെ അല്ലെ മാസെ, എന്ത് വേണമെങ്കിലും പറയാം. ആഹാരം ഉണ്ടാക്കിക്കുന്നത്. ഖാന ബൻവാത്തി ഹേ, ഉണ്ടാക്കിക്കുക എന്നുള്ളതിന് ബൻവാന. ഖാന ബൻവാത്തി ഹേ, ആഹാരം ഉണ്ടാക്കിക്കുന്നു. വഹ് മമ്മീസെ ഖാന ബൻവാത്തി ഹേ, അല്ലെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത് പറയണ. മേ മമ്മീസെ ഖാന ബൻവാത്തി ഹും. മേ മമ്മി സെ ഖാന ബൻവാത്തി ഹൂം. ചികിത്സിക്കുക എന്ന് പറയുന്നതിന് ഇലാജ് കർണ. ചികിത്സിക്കുക, ഇലാജ് കർണ. ചികിത്സിപ്പിക്കുക, ഇലാജ് കർവാന. ചികിത്സിപ്പിക്കുക, ഇലാജ് കർവാന. നമ്മൾ ചോദിക്കുക ഒരാളോട്, പനിയാണോ? എങ്ങനെ ചോദിക്കും? പനി എന്നുള്ളതിന് ബുഖാർ. ബുഖാർ ഹേ ക്യാ? പനിയാണോ? ബുഖാർ ഹേ ക്യാ? പനിയാണോ? അതെ, സുഖം തോന്നുന്നില്ല. അതെ എന്നുള്ളതിന് ഹാ. സുഖം തോന്നുന്നില്ല എന്നതിന് ഠീക്ക് നഹി ലഗ് രഹാ ഹേ. ഒന്ന് ശരിയായിട്ട് തോന്നുന്നില്ല അല്ലെ, സുഖം തോന്നുന്നില്ല. ഠീക്ക് നഹി ലഗ് രഹാ ഹേ. ഠീക്ക് നഹി ലഗ് രഹാ ഹേ, സുഖം തോന്നുന്നില്ല. ഠീക്ക് നഹി ലഗ് രഹാ ഹേ. അസുഖമുണ്ടായാൽ ഉടനെ തന്നെ ചികിത്സിക്കണം. അതെങ്ങനെ പറയും? ബീമാരി ഹുവാത്തോ, അസുഖമുണ്ടായാൽ. അല്ലെങ്കിൽ ബീമാർ പടയത്തോ എന്നും പറയാം. ബീമാർ പടയത്തോ എന്നും പറയാം. അല്ലെങ്കിൽ ബീമാരി ഹുവാത്തോ, അസുഖമുണ്ടായാൽ. തുരന്ത്, തുരന്ത് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ. തുരന്ത് ഇലാജ് കർണ ചാഹിയേ, ചികിത്സിക്കണം. ഇലാജ് കർണ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക. ഇലാജ് കർണ ചാഹിയേ, ചികിത്സിക്കണം. ബീമാരി ഹുവാത്തോ തുരന്ത് ഇലാജ് കർണ ചാഹിയേ. ബീമാരി ഹുവാത്തോ തുരന്ത് ഇലാജ് കർണ ചാഹിയേ. അല്ലെങ്കിൽ ബീമാർ പടയത്തോ തുരന്ത് ഇലാജ് കർണ ചാഹിയേ എന്നും പറയാം. അപ്പം നമ്മൾ പറയുക, ഞാൻ ഡോക്ടറെ കൊണ്ട് അസുഖത്തിന് ചികിത്സിപ്പിക്കും. ഡോക്ടറെ കൊണ്ട് എന്നുള്ളതിന് മേ ഡോക്ടർ സേ, ഞാൻ ഡോക്ടറെ കൊണ്ട്. ബീമാരിക്ക, അസുഖത്തിന് ചികിത്സിപ്പിക്കും. ഇലാജ് കർവാവൂങ്കി, വേറൊരാളെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതിനാ കർവാവൂങ്കി. മേ ഡോക്ടർ സേ ബീമാരി കാ ഇലാജ് കർവാവൂങ്കി. ഞാൻ ഡോക്ടറെ കണ്ട് അല്ലെ ഡോക്ടറെ കൊണ്ട്
ബീമാരി കാ ഇലാജ് കർവാവൂങ്കി, അസുഖത്തിന് ചികിത്സിപ്പിക്കും. ഡോക്ടറെ കണ്ടിട്ട് എന്ന് പറയണമെന്നുണ്ട്, ഡോക്ടർസെ മിൽക്കർ എന്ന് പറയണം. മനസ്സിലാക്കുക, സമജ്ന, മനസ്സിലാക്കുക, സമജ്ന. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? തുഛേ സമജ് മേ ആ രഹാ ഹേ ക്യാ, തുഛേ സമജ് മേ ആ രഹാ ഹേ ക്യാ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ എന്നെ മനസ്സിലാക്കിക്കുകയാണോ എന്ന് ചോദിക്കുന്നതിന് നീ തു, എന്നെ മുഛേ, തു മുഛേ സംജാ രഹാ ഹേ ക്യാ, മനസ്സിലാക്കിക്കുവാണോ? വേറൊരാളെ മനസ്സിലാക്കിക്കുന്നതിനാണ് നമ്മൾ സംജാന എന്ന് പറയുന്നത്. തു മുഛേ സംജാ രഹാ ഹേ ക്യാ, നീ എന്നെ മനസ്സിലാക്കിക്കുവാണോ? തു മുഛേ സംജാ രഹാ ഹേ ക്യാ, തു മുഛേ സംജാ രഹാ ഹേ ക്യാ, നീ എന്നെ മനസ്സിലാക്കിക്കുവാണോ? നമ്മൾ അതൊരു ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. തു മുഛേ സംജാ രഹാ ഹേ ക്യാ, നീ എന്നെ മനസ്സിലാക്കിക്കുവാണോ? തു മുഛേ സംജാ രഹാ ഹേ ക്യാ. ഇനി വേറൊരു വാക്ക് നോക്കാം. മുറിക്കുക എന്നുള്ളതിന് കാട്ടിന്, മുറിക്കുക എന്നുള്ളതിന് കാട്ടിന്, മുറിപ്പിക്കുക എന്നുള്ളതിന് കട്ടുവാന, മുറിപ്പിക്കുക കട്ടുവാന. മുടി വെട്ടുന്നില്ലേ? ബാൽ കാട്ട്നാ നഹി ഹേ ക്യാ, മുടി വെട്ടുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ബാൽ കാട്ട്നാ നഹി ഹേ ക്യാ. എൻ്റെ മുടി വെട്ടണം അല്ലെങ്കിൽ മുറിക്കണം. മേരാ ബാൽ കാട്ട്നാ ഹേ, മേരാ ബാൽ കാട്ട്നാ ഹേ, എൻ്റെ മുടി മുറിക്കണം. മേരാ ബാൽ കാട്ട്നാ ഹേ അല്ലെങ്കിൽ മുടി വെട്ടണം. ഞാൻ ബാർബറെ കൊണ്ട് എൻ്റെ മുടി വെട്ടിക്കും അല്ലെങ്കിൽ ബാർബറുടെ അടുത്ത് പോയി എൻ്റെ മുടി വെട്ടിക്കും. ബാർബറെ കൊണ്ടെന്നുള്ളതിന് മേ നായിസേ, നായി എന്ന് പറഞ്ഞാൽ ബാർബർ, നായിസേ എന്ന് പറഞ്ഞാൽ ബാർബറെ കൊണ്ട്. ഇനി ബാർബറുടെ അടുത്ത് പോയി എന്നുള്ള എങ്ങനെ പറയും? നായി കെ പാസ് ജാക്കർ, നായി കെ പാസ് ജാക്കർ, അങ്ങനെയും പറയാം. മേ നായിസേ മേരാ ബാൽ കട്ടുവാവുങ്ക, ബാർബറെ കൊണ്ട് എൻ്റെ മുടി വെട്ടിക്കും. അല്ലെങ്കിൽ മേ നായി കെ പാസ് ജാക്കർ മേരാ ബാൽ കട്ടുവാവുങ്ക, അവിടെ പോയി എൻ്റെ മുടി വെട്ടിക്കും. കട്ടുവാവുങ്ക എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന. ഞാൻ ഞായറാഴ്ച പോയി എൻ്റെ മുടി വെട്ടിക്കും. ഞായറാഴ്ച എന്നുള്ളതിന് രവിവാർ എന്ന, അഥവാ നമുക്കതറിയത്തില്ല സൺഡേ എന്ന് തന്നെ പറയാം. മേ സൺഡേ കോ ജാക്കർ മേരാ ബാൽ കട്ടുവാവുങ്ക, വെട്ടിക്കും അല്ലെ മുറിക്കും. മേ സൺഡേ കോ ജാക്കർ മേരാ ബാൽ കട്ടുവാവുങ്ക, അല്ലെങ്കിൽ മേ രവിവാർ കോ ജാക്കർ മേരാ ബാൽ കട്ടുവാവുങ്ക, ഞാൻ ഞായറാഴ്ച പോയി എൻ്റെ മുടി വെട്ടിക്കും. ഇനി മരം മുറിച്ചു എന്നെങ്ങനെ പറയും? പേട് കാട്ട, പേട് കാട്ട, മുറിച്ചു. മരം മുറിപ്പിച്ചു, പേട് കട്ടുവായ, പേട് കട്ടുവായ, മരം മുറിപ്പിച്ചു. ശരിയാക്കുക, ഠീക്ക് കർണ, ശരിയാക്കുക എന്നുള്ളതിന് ഠീക്ക് കർണ, ശരിയാക്കിക്കുക എന്നുള്ളതിന് ഠീക്ക് കർവാന, ശരിയാക്കിക്കുക ഠീക്ക് കർവാന. വെളിയിൽ നിന്ന് വന്നിട്ട് ഒരാൾ പറയുകയാണ്, വെളിയിൽ നല്ല ചൂടാണ്. അതെങ്ങനെ പറയും? ബാഹർ ബഹുത് ഗർമി ഹേ, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്. ബാഹർ ബഹുത് ഗർമി ഹേ അല്ലെങ്കിൽ വെയിലാണ്. ബാഹർ ബഹുത് ഗർമി ഹേ. ഫാൻ ഓൺ ചെയ്യൂ, പങ്ഖ ചാലൂ കരോ. ഫാനിന് പങ്ഖ എന്നാണ് പറയുന്നത്. ഓൺ ചെയ്യുന്നുള്ളതിന് ചാലൂ കരോ, പങ്ഖ ചാലൂ കരോ അല്ലെ പങ്ഖ ഓൺ കരോ എന്നും പറയാം. പങ്ഖ ചാലൂ കരോ. പുറത്ത് ഭയങ്കര വെയിലാണ് അല്ലെങ്കിൽ ചൂടാണെന്നുള്ളതിന് ബാഹർ ബഹുത് ഗർമി ഹേ, പങ്ഖ ചാലൂ കരോ അല്ലെങ്കിൽ പങ്ഖ ഓൺ കരോ, ഫാൻ ഓൺ ചെയ്യൂ. അപ്പം നമ്മൾ പറയുകയാണ് ഫാൻ നടക്കുന്നില്ല, ഫാൻ കറങ്ങുന്നില്ല. ഫാൻ നടക്കുന്നില്ല എന്നുള്ളതിന് പങ്ഖ നഹി ചൽ രഹാ ഹേ, നഹി ചൽ രഹാ ഹേ എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല. ഫാൻ കറങ്ങുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പങ്ഖ നഹി ഘൂം രഹാ ഹേ, പങ്ഖ നഹി ഘൂം രഹാ ഹേ. നോർമലി നമ്മൾ പങ്ഖ നഹി ചൽ രഹാ എന്നാണ് പറയുന്നത്, നടക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫാൻ ശരിയാക്കണം എങ്ങനെ പറയും? പങ്ഖ ഠീക്ക് കർനാ ഹേ, ഫാൻ ശരിയാക്കണം, പങ്ഖ ഠീക്ക് കർനാ ഹേ. ഫാൻ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് ശരിയാക്കിക്കണം. പങ്ഖ ഇലക്ട്രീഷ്യൻ സെ ഠീക്ക് കർവാനാ ഹേ, പങ്ഖ ഇലക്ട്രീഷ്യൻ സെ ഠീക്ക് കർവാനാ ഹേ, ശരിയാക്കിക്കണം. ഫാൻ ശരിയാക്കി എന്നെങ്ങനെ പറയും? പങ്ഖ ഠീക്ക് കർവായ, കർവായ എന്ന് പറഞ്ഞാൽ ശരിയാക്കി, ഠീക്ക് കർവായ എന്ന് പറഞ്ഞാൽ ശരിയാക്കി. ഫാൻ ഠീക്ക് കർവായ, ഫാൻ ശരിയാക്കി. ഇനി എഴുതി എന്ന് പറഞ്ഞാൽ ലിഖ, എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ലിഖ്വായ. എഴുതി എന്നുള്ളതിന് ലിഖ, എഴുതിച്ചു ലിഖ്വായ. അതുപോലെ ദിയ കൊടുത്തു,
ദിൽവായ കൊടുപ്പിച്ചു. ദിയ എന്ന് പറഞ്ഞാൽ കൊടുത്തു. ദിൽവായ കൊടുപ്പിച്ചു. ഖരീദ വാങ്ങിച്ചു. ഖരീദുവായ വാങ്ങിപ്പിച്ചു. ഖരീദ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. ഖരീദുവായ എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പിച്ചു. കൂടുതൽ വാക്കുകൾ നോക്കാം. കഴുകി എന്നുള്ളതിന് ധോയ. കഴുകി ധോയ. കഴുകിച്ചു ധുൽവായ. കഴുകിച്ചു എന്നുള്ളതിന് ധുൽവായ. കഴിച്ചു ഖായ. കഴിച്ചു ഖായ. കഴിപ്പിച്ചു ഖിലായ. കഴിപ്പിച്ചു എന്നുള്ളതിന് ഖിലായ. കുടിച്ചു പിയ. കുടിച്ചു എന്നുള്ളതിന് പിയ. കുടിപ്പിച്ചു പിലാദിയ. പാനി പിലാദിയ. വെള്ളം കുടിപ്പിച്ചു. ഉറങ്ങി സോയ. ഉറങ്ങി സോയ. ബച്ചേക്കോ സുലാദിയ. ഉറങ്ങിപ്പിച്ചു എന്നല്ലേ, കുഞ്ഞിനെ ഉറക്കി. ഉറക്കി എങ്ങനെ പറയും? സുലാദിയ. ഉറക്കി. കഴുകി എന്നുള്ളതിന് ധോയ. കഴുകിച്ചു ധുൽവായ. കപ്പട ധുൽവായ. തുണി കഴുകിപ്പിച്ചു. കഴിച്ചു എന്ന് പറഞ്ഞാൽ ഖായ. കഴിപ്പിച്ചു ഖിലായ. കുഞ്ഞിനെ കഴിപ്പിച്ചു. ബച്ചേക്കോ ഖിലായ എന്ന് പറയാം. പിയ കുടിച്ചു. പിലാദിയ കുടിപ്പിച്ചു. ഉറങ്ങി സോയ. ഉറക്കി സുലാദിയ. അപ്പം നിങ്ങളിതെല്ലാം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. താങ്ക്